ഇന്ന് നമുക്ക് ചിക്കൻ വരട്ടിയത് ഉണ്ടാക്കാം. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ വരട്ടിയതാണിത്. അതുപോലെ നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായമൊക്കെ എഴുതിക്കോണേ കമൻറ്റായിട്ട്. അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 3 സവാള ചോപ്പ് ചെയ്തതും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സവാളയുടെ കളർ ഏകദേശം ഗോൾഡൻ കളർ ആകുമ്പോൾ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചപ്പെല്ലാം മാറി വരുമ്പോൾ 4 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. മുളകിന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ 1/2 ഗ്ലാസ് ചെറിയ ചൂടുവെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക. എണ്ണയെല്ലാം തെളിഞ്ഞ് വരുന്ന സമയത്ത് അപ്പോൾ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഏകദേശം 1.5 കിലോൻ്റെ അടുത്ത് ചിക്കൻ ഉണ്ട്. പിന്നെ ചിക്കനിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് തീ കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കനിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം ഇറങ്ങി വരാൻ തുടങ്ങും. ആ സമയത്ത് നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇപ്പം നല്ലതുപോലെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിൽ തന്നെ കിടന്നിട്ട് നന്നായിട്ട് വെന്ത് കുറുകി വരണം ചിക്കൻ. അപ്പോഴാണ് നല്ല അടിപൊളി ടേസ്റ്റ് വരിക. പിന്നെ നമ്മൾ തീ കൂട്ടി വെച്ചിട്ടാണല്ലോ ആദ്യം മിക്സ് ചെയ്തത്. അപ്പോൾ ചിക്കൻ പൊടിഞ്ഞു പോവുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ ഏകദേശം 3/4 ഭാഗത്തോളം വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ വെള്ളമുള്ളൂ. ഇനി ഈ പരുവത്തിൽ ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം. നമ്മൾ ഓഫ് ചെയ്താലും തണുക്കുമ്പോൾ കുറച്ചും കൂടെ കുറുകിയിരിക്കും. ഞാനിപ്പോൾ ഏകദേശം ഈ ഒരു സമയമാകുമ്പോൾ ഓഫ് ചെയ്തിട്ട് 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും 1 ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണയും ചേർക്കുക. ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.